പറയണ്ടോ, ദ്രഷ്ടും മാം സമുപാഗത, അങ്ങേ കാണാനായിട്ട് ഞാൻ വലിയ ഭാഗ്യമായി ഗുരുനാഥ, അങ്ങേ കണ്ടത് ഞങ്ങൾക്കും ഭാഗ്യമായി. തെരഞ്ഞന്വേഷിച്ച് പിടിച്ചിട്ടാ കണ്ടെത്തി പിടിച്ചതപ്പം അങ്ങേ. അതുകൊണ്ട് എന്തേ പറയണ്ടോ, ഗമ്യതാം സൽകൃതോ രാമ സഭാര്യ സഹ ലക്ഷ്മണ പ്രവേശ്യതാം സമീപം മേ കിംചാസൗ. അതുകൊണ്ട് വേഗം വരൂ കുട്ടികളെ എന്നൊക്കെ പറഞ്ഞ് ഒരു വാത്സല്യത്തോടെ അഗസ്ത്യർ ആരെ സ്വീകരിച്ചു? രാമലക്ഷ്മണന്മാരെയും സീതാദേവിയും താമസിച്ചു. എന്നിട്ട് അദ്ദേഹമാണെങ്കിൽ അവരെ സന്തോഷിപ്പിച്ച് അന്ന് അവിടെ താമസിപ്പിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്തു, ചില സമ്മാനങ്ങളൊക്കെ കൊടുത്തു. രാമനോട് പറഞ്ഞു, രാമ ഇതും ദിവ്യം മഹച്ചാപം മഹേന്ദ്ര, അല്ലെ എന്താ വലിയ കേമായതാണ്, ഹേമവജ്രവിഭൂഷിതം. ഈ കേമായ വില്ല് അങ്ങോട്ട് കയ്യിലേക്ക് അങ്ങോട്ട് വാങ്ങിക്കോളൂ. ഈ വില്ലുകൊണ്ടാണ് പിന്നെ നല്ല വില്ലൊന്നാർക്ക് കൊടുത്തു, രാമന് കൊടുത്തു, കയ്യിലിരിക്കട്ടെ. വൈഷ്ണവം, കേമായ വൈഷ്ണവ വില്ലാണ്. പുരുഷവ്യാഘ്ര നിർമ്മിതം വിശ്വകർമ്മ, വിശ്വകർമാവ് നിർമ്മിച്ച കഹകേമായ വൈഷ്ണവ വില്ലാണ്, കയ്യിലിരിക്കട്ടെ. അമോഘ സൂര്യസങ്കാശോ ബ്രഹ്മദത്ത ശരോപമ, ഈ ബ്രഹ്മഭാവത്തിൽ കിട്ടിയത്, ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ശരവും, അങ്ങനെ ആയുധങ്ങൾ ദിവ്യമായത്, കുറെ കേമായത്, വാള്, ഈ പറയണതായ പിന്നെ അസ്ത്രങ്ങൾ, അമ്പ്, വില്ല്, ഇതൊക്കെ ആർക്ക് കൊടുത്തു? രാമന് കൊടുത്തു. അങ്ങനെ അവരവിടെ ഇതൊക്കെ വാങ്ങി വലിയ സന്തോഷമായി നമസ്കരിച്ചു. നമസ്കരിച്ച സമയത്ത് ചോദിച്ചു, ഗുരുനാഥ ഇവിടെ താമസിക്കാൻ പറ്റിയ സ്ഥലം അങ്ങക്ക് നിശ്ചണ്ടാവില്ലേ, എവിടെയാ നല്ലത് ചോദിച്ചു. അപ്പോൾ അഗസ്ത്യർ എന്താ ചെയ്തു ചോദിച്ചാൽ, രാമ പ്രീതോസ്മി ഭദ്രം ദേ പരിതുഷ്ടോസ്മി ലക്ഷ്മണ. രാമ, ലക്ഷ്മണ, സീതേ, വലിയ സന്തോഷമായി എനിക്ക്, നിങ്ങൾ എന്നെ അഭിവാദ്യം ചെയ്യാൻ ഇവിടേക്ക് വന്നില്ലേ, ഇത് ഈ അഭിവാദ്യം ചെയ്യുക പറഞ്ഞ്, അതായത് നമ്മളെക്കാൾ മുതിർന്നവര്, നമ്മളെക്കാൾ ബഹുമാന്യര്, നമ്മൾ ബഹുമാനിക്കേണ്ടവര്, അങ്ങനെയൊക്കെയുള്ള ആളുകളെ കണ്ടാൽ നമ്മൾ ചെയ്യേണ്ടത് അഭിവാദ്യം ചെയ്യുക എന്നാണ് പറയുക. എന്ത് ചെയ്യുക, അഭിവാദ്യം ചെയ്യുക. നമ്മുടെ ഈ ഇങ്ങനെ കാൽക്കല ചെന്ന് വലത്തെ കൈകൊണ്ട് അവരുടെ വലത്തെ പാദത്തിലും അതിൻ്റെ താഴെ ഇടത്തെ കൈകൊണ്ട് ഇടത്തെ പാദത്തിലും തൊട്ട് നമസ്കരിച്ച് പേര് പറയണം. അഭിവാദയെ അവനവൻ്റെ നാമസ്വം ശ്രാവയൻ എന്നാ പറയുക. അവനവൻ്റെ പേര് പറഞ്ഞ്, ഇപ്പം നാരായണനാണെങ്കിൽ നാരായണ ശർമ്മ നമഃ ഭസ്മിഭോ എന്ന് പറഞ്ഞ് പേര് പറഞ്ഞ് നമസ്കരിക്കണം. ഇതാണ് അഭിവാദ്യം എന്ന് പറഞ്ഞാൽ ചടങ്ങ്. അതൊരു ചടങ്ങാണ് അഭിവാദ്യം. അപ്പോൾ മഹർഷിമാരൊക്കെ കണ്ടാൽ നമ്മൾ വെറുതെ അങ്ങനെ കൈ കൂപ്പുന്നത് തെറ്റല്ല, നല്ല കാര്യമാണ്. എന്നാലും സമ്പ്രദായത്തിൽ നമ്മൾ ഒരു ഗുരുനാഥനെയോ ഒരു മഹാത്മാവിനെയോ കണ്ടാൽ എങ്ങനെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്? അഭിവാദയേ എന്ന് പറഞ്ഞിട്ട് പേര് പറഞ്ഞ് നമസ്കരിക്കണം. അതാണ് അദ്ദേഹം പറഞ്ഞത്, അഭിവാദയിതും യൻ മാം പ്രാപ്തൗ. നോക്കൂ, എന്നെ അഭിവാദ്യം ചെയ്യാനല്ലേ നിങ്ങൾ രണ്ടാളെ ഏട്ടനനിയന്മാർ ഈ പെൺകുട്ടി സീതയോട് കൂടിയിട്ട് ഇവിടേക്ക് വന്നത്, സന്തോഷമായി എന്നും പറഞ്ഞു. അങ്ങനെ അവരവിടെ കഴിച്ചു കൂട്ടുന്ന കാലത്ത് ഇദ്ദേഹം പറഞ്ഞത് എന്താ ചോദിച്ചാൽ, ഈ അഗസ്ത്യർ പറഞ്ഞു കൊടുത്തു, ഇതോ ഇവിടുന്ന് ദിയോജനേ താത ബഹുമൂല ഫലോദക, ഇവിടുന്ന് 2 യോജന പോയാൽ ധാരാളം പഴങ്ങളും ധാരാളം കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ജാതികളും ഉള്ളതായ ദേശോ ബഹുമൃഗ, നല്ല ഒന്നാന്തരം ഒരു ദേശമുണ്ട്, ധാരാളം മൃഗങ്ങളൊക്കെ ഉള്ള ദേശാണേ. എന്താ പേരെന്നറിയോ? അതിന് ശ്രീമാൻ പഞ്ചവട്യഭിവിശ്രുത. പഞ്ചവട്ടി എന്നാ പേര്, ആ സ്ഥലത്തിൻ്റെ പേര് പഞ്ചവട്ടി. പഞ്ചവട്ടി പറഞ്ഞാൽ 5 വട്ടിയല്ല, എന്താ പഞ്ചാനം വട്ടാനം സമാഹാര, 5 വട്ടം. വട്ടം എന്ന് പറഞ്ഞാൽ മനസ്സിലായി, വട്ടവൃക്ഷം, വലിയ വലിയ ആൽമരങ്ങളെ 5 എണ്ണം, കേമായ 5 ആൽമരങ്ങൾ ഇരിക്കുന്നതായ ഒരു വിശിഷ്ടമായ സ്ഥാനമാണ്. അതിൻ്റെ പേരാണ് ഈ പഞ്ചവട്ടി. ആ പഞ്ചവട്ടിയിൽ പോയിട്ട് താമസിച്ചോളൂ, നല്ല സ്ഥലമാണ് എന്നും പറഞ്ഞു കൊടുത്തു അഗസ്ത്യർ. അങ്ങനെ ഇവരെന്തേ ചെയ്തു വെച്ചാൽ, ഗൃഹീത ചാപൗതോ നരാധിപാത്മജൗ, അതുണ്ടായത് വിഷക്കത തോണി. അവർ 2 പേരും അഗസ്ത്യർ കൊടുത്ത ആയുധങ്ങളൊക്കെ ധരിച്ച് സന്തോഷമായിട്ട് യഥോപദിഷ്ടേന പഥ മഹർഷിണ പ്രജഗ്മതു. അങ്ങനെ മഹർഷി കൊടുത്ത ആ പറഞ്ഞു കൊടുത്ത വഴി കൂടി അവരെങ്ങോട്ട് പോയി, ഈ പഞ്ചവടിയിലേക്ക് പോയിട്ട് പഞ്ചവടിയിൽ ചെന്ന് എന്ത് ചെയ്തു, താമസിച്ചു. പഞ്ചവടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ പുണ്യഭൂമിയിൽ അവർ വന്ന് നല്ലോണം സന്തോഷമായിട്ട് താമസിക്കാൻ പുറപ്പെടും. പഞ്ചവടിയിൽ താമസിക്കുന്ന കാലത്താണ്, അപ്പോഴേക്ക് 10 മാസം കഴിഞ്ഞിരിക്കണോ, ഇനിയിപ്പോൾ കുറച്ച് കാലയിൽ അധികം കാലമൊന്നും ഇല്ല. ഈ പഞ്ചവടിയിൽ താമസിക്കുന്ന സമയത്ത് എന്താണെന്നാണെങ്കിൽ ഇവരെ ഈ പഞ്ചവടി എന്നൊക്കെ പറയുന്ന സ്ഥലം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇത് ഇന്ന് നമ്മൾ പോയാൽ ഗോദാവരി നദിയുടെ തീരത്താണ് ഈ പഞ്ചവടി എന്ന് പറഞ്ഞ സ്ഥലം. അതായത് ഇന്നത്തെ ഭാരതത്തിൽ മഹാരാഷ്ട്ര സംസ്ഥാനത്താണ് ഈ ഗോദാവരി നദി, അതിൻ്റെ ഉൽപ്പത്തി സ്ഥാനം. ഒരു വലിയ പുണ്യകേന്ദ്രമാണ് ഗോദാവരി നദിയുടെ ഉൽപ്പത്തി കേന്ദ്രം. ഒരു പുണ്യ സ്ഥാനമായിട്ട് ആളുകൾ ഗംഗയെ പോലെ ബഹുമാന്യാണ്. ആര്?
ഗോദാവരി. അപ്പോൾ അതുകൊണ്ട് ഈ ഗോദാവരി നദിയുടെ തീരത്തിരിക്കുന്ന പുണ്യഭൂമിയാണ് ഈ പഞ്ചവടി എന്ന് പറയുന്നത്. അവിടെ നോക്കിയാൽ ഗോദാവരി കാണുകയും ചെയ്യുക. ഇപ്പോഴും നമുക്കത് കാണാം. പഞ്ചവടി എന്ന് പറഞ്ഞ സ്ഥലവും ഈ ഗോദാവരി നദിയും ഇപ്പം നമ്മൾ ഈ ശ്രീരാമനും സീതയും കൂടി പെരുമാറി എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ ഇന്നും മഹാരാഷ്ട്രയിൽ പോയാൽ നമുക്ക് ആ സ്ഥാനങ്ങളിൽ അതാത് സ്ഥാനത്ത് കാണാം. പഞ്ചവടി പറഞ്ഞ സ്ഥലമുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ അതൊക്കെ പട്ടണവും നഗരവും ആളുകൾ ധാരാളമായിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അത് എത്ര കാലം മുമ്പത്തെ കാര്യം. അപ്പോൾ അതൊക്കെ കാലം മാറുമ്പോൾ കാട് നാടായിട്ട് ഇന്നത്തെ മട്ടായതാണ്. പക്ഷെ അന്നത്തെ അതേ മട്ടിൽ ഇന്നും നമുക്കവിടെ പോയി സീതാദേവിയും രാമനും ഒക്കെ താമസിച്ച ഗുഹകളും ഒക്കെ ഇന്നും സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ഒക്കെ പോയി എപ്പോഴെങ്കിലുമൊക്കെ പറ്റുമ്പം അവിടേക്കൊന്ന് പോയിട്ട് കണ്ടോളൂ. അവിടെ പോയി നമുക്ക് ഈ ശ്രീരാമൻ്റെ സീതയുടെയും വനവാസകാലത്തുണ്ടായ മഹിമകളൊക്കെ കാണാവുന്നതാണ്. പഞ്ചവടി എന്ന് പറഞ്ഞ സ്ഥലത്ത് രാമനെ വിട്ട് പിരിഞ്ഞ് സീതയെ രാവണൻ കൊണ്ടുപോയി എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കഥകളൊക്കെ മനസ്സിരുത്താൻ ഈ കഥകളായിട്ട് തോന്നാണ്ടിരിക്കാനാണ് നമ്മൾ ഈ സ്ഥലം ഇന്ന ദിക്കിലാണ് എന്ന് പറയുന്നത്. അവിടെ പോയാൽ നമുക്കതൊക്കെ കാണാം. വെറും കെട്ടുകഥകളല്ല ഇതൊന്നും. ഭാരതത്തിൻ്റെ ഈ ഭാരതഭൂമിയായിട്ട് ബന്ധപ്പെട്ട ചരിത്ര കഥകളാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ ഭാഗം ഇനി പഞ്ചവടിയിലുണ്ടായ കഥകളാണ് നമുക്ക് പറയാനുള്ളത്. അതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. അപ്പോഴേക്ക് എല്ലാവരും ആഹാരമൊക്കെ കഴിച്ച് മുമ്പിലേക്ക് ഇങ്ങോട്ട് കയറിയിരുന്നോളൂ. എന്താ വെച്ചാൽ ഈ കസേരകളൊന്നും അങ്ങനെ ഒഴിച്ചിട്ടിട്ട് പിമ്പിൽ പോയിരിക്കരുത്. മുമ്പിലേക്ക് കയറിയിരിക്കുക. എന്നാൽ പിന്നെ പിമ്പിൽ വരുന്നവർക്ക് എന്ത് ചെയ്യാം, സമാധാനമായിട്ട് അവർക്ക് അവിടെ ഇരിക്കാം. ഇതിപ്പോൾ ഒരു കസേരയൊക്കെ മുമ്പിൽ ഒഴിച്ചിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി ഒരാൾ വരണമെങ്കിൽ പിമ്പിൽ സ്ഥലം ഉണ്ടാവില്ല. മുമ്പിലേക്ക് ഇരിക്കണം. എത്ര ആളെ കുത്തിമറിച്ചിട്ട് വരണം. അപ്പോൾ ഈ ഇരിക്കണവൻ്റെയൊക്കെ ശ്രദ്ധ അന്തല്യാണ്ടാവും. വരുന്നയാളുടെയും ശ്രദ്ധ പോവും. അപ്പോൾ അതുകൊണ്ട് ഒറ്റ കസേരയും ഒഴിഞ്ഞ് കാണരുത്. എല്ലാവരും വരുമ്പോൾ കാപ്പി കഴിച്ച് മുമ്പിലേക്ക് ഈ പട്ട മുഴുവനും കസേര കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കേണ്ടത് വെച്ചിട്ടോ ഇങ്ങോട്ടൊരു വിവരവും ഇല്ലേ. ആരിരുന്നാലും നമ്മൾ കാണണമില്ല. അതുകൊണ്ടൊരു വിവരക്കേട് അങ്ങോട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് ഇരുന്നാൽ ആണ് ആളുകളെയൊക്കെ ശ്രദ്ധിച്ച് കാണാനും ഒക്കെ പറ്റണത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എത്രയാ സ്ഥലം, നല്ലോണം സ്ഥലം ധാരാളമുണ്ട്. അപ്പോൾ അതൊക്കെ പരമാവധി ഉപയോഗിച്ച് ഇവിടെ ഇരുന്നിട്ട് പിന്നെ കുറേയും കൂടിയൊക്കെ അധികമാകുമ്പം ചിലപ്പോൾ സാധിക്കാണ്ട് വരുമ്പം ഇവിടെ ആവാം, സൗകര്യപ്പെടില്ല. ഇതാണ് കഥ. അപ്പോൾ അത് മനസ്സിരുത്തു. കാപ്പി ആഹാരമൊക്കെ കഴിച്ച് എല്ലാവരും മുമ്പിലേക്ക് ശ്രദ്ധയോട് കൂടിയിട്ട് കയറിയിരിക്കും. അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ആരംഭിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഒരു 5 മിനിറ്റ് സമയം. ഇന്നലെ ഞാൻ ഒരു നിർദ്ദേശം നിങ്ങളുടെ മുന്നിലൊക്കെ സമർപ്പിച്ചു. വീട്ടിൽ പോയിരുന്ന്